ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ പകുതി മിച്ചമായി. ഇനി നമ്മൾ 3-ാമത്തെ മൊഡ്യൂളിലേക്ക് തുടങ്ങുവാണ്. 3-ാമത്തെ മൊഡ്യൂളിന്റെ പ്രോബ്ലം എല്ലാം ഓഫ്ലൈൻ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അത്യാവശ്യം തിയറി മാത്രം, കാരണം ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതോ ഇക്വേഷൻ എഴുതി ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഓഫ്ലൈനിൽ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ തിയറിയിലോട്ട് പോകാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് മൊഡ്യൂൾ 3. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്ര രൂപ അവരുടെ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അത് ലോങ് ടേം ക്യാപിറ്റലോട്ട് ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസുകളാണ് മൊഡ്യൂൾ 3-ക്കകത്ത് പറയാൻ പോവാം. Capital budgeting is a process of making decisions regarding long-term investment in fixed asset. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ലോങ് ടേമിലേക്ക് ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ മൂലധനമാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ലോങ് ടേമിലേക്ക് ഫിക്സഡ് അസറ്റുകളിൽ എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുക. It is a long-range planning to employ the available capital for the purpose of maximizing the long-term profitability of the concern. ഇതിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എത്ര രൂപ വരെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ വരെ ലോങ് ടൈം ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് റേസിംഗ് ലോങ് ടൈം ഫണ്ട് ആസ് വെൽ ആസ് ദെയർ യൂട്ടിലൈസേഷൻ. അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിലല്ല പ്രസക്തി. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് പറയുന്നത് നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്ര വേണം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് എത്ര രൂപ വരെ നമുക്ക് റേസ് ചെയ്തേണ്ടതായിട്ട് ഉണ്ട്, അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ മീൻ ചെയ്യുക. The term capital budgeting is the process of making investment decision in the capital expenditure. A capital expenditure may be defined as an expenditure incurred for acquiring or improving the fixed asset, the benefit of which are expected to be received over a number of years in future. It includes ഷോർട്ട് ടൈമിലേക്കല്ല ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനിക്കുന്നത്, ലോങ് ടൈമിലേക്കാണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനുള്ള ഫിക്സഡ് അസറ്റുകളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളാകാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിക്സഡ് അസറ്റുകളുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടി നമുക്ക് വരുന്ന ചെലവുകളെയും നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് ഉൾപ്പെടുത്തും. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കുക. ഒന്ന്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് സച്ച് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മിഷനറി എക്സെട്ര. ഇതേപോലുള്ള ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ പർച്ചേസ് ചെയ്യുവാനുള്ള തുകയെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് ഉൾപ്പെടുത്തും. കോസ്റ്റ് ഓഫ് എക്സ്പാൻഷൻ, ഇംപ്രൂവ്മെന്റ് ഓർ അഡീഷൻ ഇൻ ഫിക്സഡ് അസറ്റ്സ്. പുതിയത് വാങ്ങുമല്ല, എക്സ്പാൻഡ് ചെയ്യിക്കുക. ഒരു 2 റൂം ബിൽഡിംഗ് കൂട്ടിപ്പണിതു, എക്സ്പാൻഷനായി. ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അഡീഷൻ ഇൻ ദ ഫിക്സഡ് അസറ്റ്സ്. മിഷനറിയുടെ എന്തെങ്കിലും ഒരു പാർട്ട് മാറി വെച്ചു, വണ്ടിക്ക് 2 ടയർ മേടിച്ചു എന്ന് പറഞ്ഞാലും അത് ക്യാപിറ്റലായി മാറുവാണ്. അഡീഷണൽ അഡീഷനായി മാറുവാണ്. ദെൻ കോസ്റ്റ് ഓഫ് ഓൾട്രേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നിലവിലുള്ളത് മാറി പുതിയത് വാങ്ങുമ്പം അതിനെ റീപ്ലേസ് എന്ന് പറയും. പുതിയത് നിലവിലില്ലാതിരുന്ന ഒരു സാധനം വാങ്ങുമ്പം അതിനെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് വിളിക്കും. ഉണ്ടായിരുന്ന ഒരു സാധനം മാറി വാങ്ങുമ്പം അതിനെ റീപ്ലേസ്മെന്റ് എന്നാണ് വിളിക്കുക. അപ്പൊ കോസ്റ്റ് ഓഫ് ഓൾട്രേഷൻ, കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് എക്സ്പാൻഷൻ, ഇംപ്രൂവ്മെന്റ്, അഡീഷൻ ആൻഡ് ഫൈനലി പറയുവാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. എന്തെങ്കിലും റിസർച്ചുകൾ നടത്തിയാൽ ഫ്യൂച്ചർ റേസിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിങ്ങിന് വേണ്ടി എന്തെങ്കിലും ടൈപ്പ് റിസർച്ച്, അതും എന്തിന്റെ ഭാഗമാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഭാഗമാണെന്ന് പറയും. Capital budget may thus refer to planned allocation of fund available to the business enterprise to acquire long-term or permanent asset to achieve maximum profitability of the resource. എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്തുമാത്രമാണ്?
കോസ്റ്റിനെ പരമാവധി കുറച്ചുകൊണ്ട് പ്രോഫിറ്റിനെ പരമാവധി കൂട്ടണം. ക്യാപിറ്റൽ ലോങ് ടേമിലേക്കുള്ള അസറ്റ് എത്ര മാത്രം വരെ കൂട്ടിയാൽ അല്ലെങ്കിൽ എത്ര രൂപ വരെ വിനിയോഗിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഇവിടുത്തെയും ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായി മാറുക. In other words, capital budgeting is the process of deciding whether or not money should be invested in long-term projects such as installing a new machinery or setting up a factory, etc. This involves the preparation of cost and revenue estimates for all proposed projects and examination of merits of each such project and choice of that project giving the highest return on investment. Thus, capital budgeting involves the planning, the utilization of available capital for purpose maximizing the profitability of the business enterprise. നമുക്ക് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി മുമ്പോട്ടിറങ്ങിയാലും നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ടാവും. കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ നമ്മുടെ മുൻപിലുണ്ടാവും. ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ ഒന്നെങ്കിൽ പുതിയൊരു എംപ്ലോയിനെ വെക്കുക, അല്ലെങ്കിൽ മിഷനറി ഒന്ന് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൂട്ടുക. അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സുകൾ ഉണ്ട് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി. നമ്മൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക. കമ്പനിക്ക് ലോസ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റിനെ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് നമ്മളവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അസറ്റുകളിൽ കൂടുതൽ റീപ്ലേസ്മെന്റുകൾ നടത്തണം, എവിടെയൊക്കെ കൂടുതൽ ഇംപ്ലൈസ് ചെയ്യണം, പുതിയ മെഷീൻസ് ഏതൊക്കെ മേഖലയിലോട്ട് വാങ്ങണം, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. ലൈഫിൽ മാത്രമല്ല ബിസിനസ് സ്ഥാപനങ്ങളിലുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ലൈഫ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കാണും. നിങ്ങൾ അതിലേതാ കുറച്ച് പൈസ കയ്യിലോട്ട് കിട്ടുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആദ്യം പൈസ മുടക്കുക. എന്ന് പറഞ്ഞ പോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ലോങ് ടേമിലേക്ക് ക്യാപിറ്റലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വേസ് മുൻപിൽ കാണും. അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്കീം ഏതാന്ന് തിരഞ്ഞെടുക്കുക. അവിടെയാണ് ക്യാപിറ്റൽ ഡിസിഷൻ മേക്കിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുക. Then capital budgeting definitions കൊടുത്തിട്ടുണ്ട്. Capital budgeting involves a current investment in which the benefits are expected to be received beyond 1 year in the future. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിലും ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ നിന്നുള്ള നേട്ടം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര നാൾ കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് അവരതിൽ നിന്നുള്ള നേട്ടം അവര് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പ്രത്യേകത, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും ലോങ് ടൈമിൽ നിന്ന് തന്നെയായിരിക്കും. ഇപ്പോഴല്ല, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 1 വർഷത്തിന് ശേഷമാണ് അവർ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക എന്ന് പറയുക. ആ ഒരു ഡെഫിനിഷൻ എങ്കിലും കാണാപ്പാഠം പഠിച്ചു വെക്കണം. അത് ജെയിംസ് സി വാൻ ഹോണിന്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, 5 ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻസ് ഇൻവോൾവ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, 5-10 രൂപയുടെ അല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന് മീൻ ചെയ്യുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വൺസ് അപ്രൂവ്ഡ് കനോട്ട് ബി വിത്ഡ്രോവൻ. മീറ്റിംഗ് ഒക്കെ പാസ്സാക്കി 2,00,000 രൂപ ഇന്ന മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി വിനിയോഗിക്കണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ തീരുമാനം പാസ്സായാൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. അതൊരു കാരണവശാലും വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നു. തേർഡ് പോയിന്റ് പറയുന്നു, സെവറൽ ഇയേഴ്സ് പ്രോഫിറ്റ് ഓർ ക്യാഷ് ഇൻഫ്ലോസ് ആർ ടു ബി forecasted in order to rank the profitability of the various project. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റുകൾ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാതെ നമ്മൾ കമ്പനിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റുകൾ. ഈ സെവറൽ ഇയേഴ്സിന്റെ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ചുകൊണ്ടാണ് സാധാരണ
വേരിയസ് പ്രോജക്റ്റുകളിലേക്ക് ക്യാപിറ്റൽ ബജറ്റിംഗിലേക്ക് കമ്പനി പൈസ വിനിയോഗിക്കുന്നത് എന്ന് പറയുന്നു. Any error in the evaluation of investment project may lead to serious consequence financially and otherwise and may adversely affect the other future plans of the organization. ബിസിനസ്സിൽ ക്യാപിറ്റൽ ബജറ്റിംഗിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു ഡിഫാൾട്ട് സംഭവിച്ചു പോയാൽ അത് ബിസിനസിന്റെ ഫ്യൂച്ചറിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും, നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. പ്രോഫിറ്റ് മൂവ്മെന്റ് ബാക്കി എല്ലാ കേസുകളിലും അതർ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് പോലും അത് അഫക്റ്റ് ചെയ്യും. സോ മാനേജ്മെന്റ് അത്രയും കെയർഫുൾ ആയിട്ട് വേണം ക്യാപിറ്റൽ ഡിസിഷൻസുകൾ എടുക്കാൻ വേണ്ടി, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസുകൾ എടുക്കാൻ വേണ്ടി. ലോങ് ടൈമിലേക്ക് എത്ര രൂപ വരെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ അത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും, നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും ബിസിനസ്സിനെ. ബിസിനസ് ലോസിലോട്ട് പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ടാകും എന്ന് പറയുന്നു. ദെൻ ലാസ്റ്റ് ഫീച്ചർ പറയുന്നു, ദ ക്യാപിറ്റൽ ബജറ്റ് ലുക്സ് ടു how much longer range future than other budget do. അതായത് ബാക്കി എല്ലാ ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ലോങ്ങർ റേഞ്ചിൽ നമ്മൾ നോക്കിക്കാണുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. ദ ക്യാപിറ്റൽ ബജറ്റ് ലുക്സ് ടു how much longer range future than other budget do. ഇപ്പൊ നിലവിൽ ഏതൊക്കെ ബജറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിനേക്കാൾ ഉപരി ലോങ് ടൈമിലേക്കാണ് ക്യാപിറ്റൽ ബജറ്റ് ലുക്ക് ചെയ്യുക എന്ന് പറയുക. ഇപ്പോഴത്തെ പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ ബജറ്റിംഗ് ലക്ഷ്യം വെക്കുക, വരും വർഷങ്ങളിലെ പ്രൊജക്റ്റുകളാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് വ്യൂ ഉള്ള അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യണം, ഭാവിയിലോട്ട് ലോങ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന കമ്പനി ആണെങ്കിൽ അവിടെ ബെറ്റർ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസുകൾ മേക്ക് ചെയ്യണം എന്നാണ് പറയപ്പെടുക. അങ്ങനെ 5 ഫീച്ചേഴ്സ് ആണ് ക്യാപിറ്റൽ ബജറ്റിംഗിൽ കൊടുത്തിരിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ഇങ്ങനെ ഒരു അപ്രൂവൽ പാസ്സായി കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സെവറൽ ഇയേഴ്സിന്റെ പ്രോഫിറ്റ് ക്യാഷ് ഇൻഫ്ലോസുകളാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൊജക്റ്റുകൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഏതാന്ന് സെലക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് പറയുന്നു, ക്യാപിറ്റൽ ബജറ്റ് ലുക്ക് ചെയ്യുക ഫ്യൂച്ചർ പ്ലാനുകളെയാണ്, ഇപ്പോഴത്തേനല്ല ഫ്യൂച്ചറിലേക്കാണെന്ന് പറയുന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. എന്തിനു വേണ്ടിയാണ്, എന്ത് പ്രാധാന്യമാണ് ഇതിനുള്ളത്, എന്ത് ഇമ്പോർട്ടൻസ് ആണ് ക്യാപിറ്റൽ ബജറ്റിങ്ങിന് ഉള്ളതെന്ന് പറയുന്നു. Capital budgeting decisions are of paramount importance in financial decision making. Before, special care should be taken while evaluating the profitability of a project on account of the following reason. താഴെ കുറെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 10 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഈ 10 പോയിന്റുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് കമ്പനികളിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് നടപ്പിലാക്കുന്നത്. അതിന്റെ മെയിൻ പ്രാധാന്യം താഴെ 10 പോയിന്റുകളിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ഹെവി ഇൻവെസ്റ്റ്മെന്റ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ജനറലി ഇൻവോൾവ് ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്, അക്വിസിഷൻ ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, purchase of plant and machinery and other assets need large amount of capital fund. A judicially planned expenditure thus become imperative എന്ന് പറയുന്നു. ഹെവി ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ്, ലാർജ് ഇൻവെസ്റ്റ്മെന്റ് നടപ്പിലാക്കണമെങ്കിൽ അവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് വേണം. കമ്പനിയിലോട്ടൊരു വണ്ടി മേടിക്കുന്നതാണോ ഒരു മിഷനറി മേടിക്കുന്നതാണോ ലാഭകരമെന്ന് മാനേജ്മെന്റ് മീറ്റിംഗിൽ കൂടി തീരുമാനമെടുക്കണം. അതിന്റെ നാനാവശങ്ങളെ പറ്റി അവർ ചർച്ച ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ ക്യാപിറ്റൽ ബജറ്റിംഗ്, ഹെവി ഇൻവെസ്റ്റ്മെന്റുകൾ സക്സസ് ആകണമെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ഉറപ്പായിട്ടും വേണം. ഹെവി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ലോങ് ടൈമിലേക്ക് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളൊരു കറക്റ്റായ ഡിസിഷൻ അവിടെ വരണമെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ആവശ്യമാണെന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നു, ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്, ഫിനാൻഷ്യൽ റിസ്ക്. ഷോർട്ട്ലി പറയുവാണ് ഫിനാൻഷ്യൽ റിസ്ക്. ഈ ഫിനാൻഷ്യൽ റിസ്ക് നമ്മൾ
കൂടുതൽ ഡിസിഷൻസ് എടുത്തില്ലെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് ഹെവി ആകും, ചിലപ്പോൾ ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു ഇറിവേഴ്സിബിൾ ഡിസിഷൻ. ദി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ irreversible and heavy amount investment cannot be taken back without causing a substantial loss. It is very difficult to find the market for the second hand capital goods and their conversion into other uses may not be finally feasible. Irreversible decision ആണ്, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ വളരെ ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, ഒരു ബിൽഡിംഗ് അങ്ങ് വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചേക്കാം. ആ ഒരു ഡിസിഷൻ ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തൊരു ബിസിനസ് സ്ഥാപനത്തിൽ, അത് എടുത്തതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് മനസ്സിലായത് അതിന് എന്തെങ്കിലുമൊക്കെ ഡിഫാൾട്ടുകൾ ഉണ്ട്, സ്ഥലത്തിന്റെ മൂല്യം ഇടിഞ്ഞു പോയി, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇടിഞ്ഞു താഴെ വീണു, ഇങ്ങനെയുള്ളൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് പറയുന്നു. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റില്ല, പ്രോഫിറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല, അത് ഹെവി ലോസിലോട്ട് പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തേർഡ് പോയിന്റ് പറയുന്നു. ഫോർത്ത് പോയിന്റ് പറയുന്നു ലോങ് ടൈം ഇമ്പാക്ട് ഓൺ പ്രോഫിറ്റബിലിറ്റി. The capital expenditure decisions will shape the future revenue streams and the profitability of the operation. Long term impact on profitability. ഇന്ന് നമ്മളൊരു 10 ലക്ഷം ലോങ് ടൈം ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരട്ടിയായി മാറാം. ലോങ് ടേമിലേക്ക് പ്രോഫിറ്റ് കമ്പനിയിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വേണമെന്ന് പറയുന്നു. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, wealth maximization of shareholders. Wealth maximization. Long-term capital investment decision protects the interest of the shareholders and the enterprise because it avoid over-investment and under-investment in fixed asset. അതായത് നമ്മൾ ക്യാപിറ്റൽ പ്ലാനിങ്ങിന് പഠിക്കുന്ന മെയിൻ ഒരു കാര്യമാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകാൻ പാടില്ല, അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകാൻ പാടില്ല. രണ്ട് വന്നാലും ബിസിനസ് ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തത്തില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഓവർ ആയിട്ടുള്ള ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല, അണ്ടർ ആയി പോകാനും പാടില്ല. അതായത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വേണം എന്ന് പറയുന്നു. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിലും ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് ബെറ്റർ ആയിട്ട് എടുക്കണമെങ്കിൽ എന്ത് വേണം? ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വേണം. ദെൻ ആറാമത്തെ പോയിന്റ് പറയുന്നു ക്യാഷ് ഫോർകാസ്റ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർസ് substantially large amount of fund. This can only be arranged by making determined effort of ensure their availability and the right time. It facilitates cash forecast to plan the investment program carefully so that the firm can meet its long-term obligation without any difficulty. Cash forecast ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നമ്മൾ മുൻകൂട്ടി ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം എപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പൈസ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം, ഇപ്പം നമ്മൾ തീരുമാനം എടുക്കുകയാണ് ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് ഈ മിഷനൊന്ന് മാറി വെച്ചിരുന്നെങ്കിൽ നന്നായേനെ, പക്ഷെ കയ്യിൽ ക്യാഷ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മുൻകൂട്ടി എപ്പോഴും ക്യാഷിനെ പ്ലാൻ ചെയ്ത് വെക്കണം. നമ്മുടെ ബിസിനസ്സിൽ അപ് ടു ഡേറ്റ് വരുന്ന ഓരോ മാറ്റങ്ങളും എൻക്വയറി നടത്തി എവിടെയൊക്കെ ഡിഫാൾട്ടുകൾ ഉണ്ടെന്ന് അറേഞ്ച് ചെയ്ത് അത് ഇത്ര നാളിനുള്ളിൽ ആ മിഷനറി റീപ്ലേസ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കമ്പനി പ്രോഫിറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. നമ്മൾ മുൻകൂട്ടി അത് അറിഞ്ഞിരിക്കണം. എപ്പോഴും എൻക്വയറീസ് മാനേജ്മെന്റ് നടത്തിയിരിക്കണം. ആ എൻക്വയറിയിൽ മിഷനറി കേടാവുന്നത് വരെ നോക്കി നിൽക്കാതെ
അതിനു മുമ്പേ അത് മാറി വെക്കാനുള്ള ക്യാഷ് കളക്ട് ചെയ്തിരിക്കണം. അതിനൊക്കെ എന്താ വേണ്ടേ? ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് വേണ്ടത്. ദെൻ 7ാമത്തെ പോയിന്റ്, മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് റിക്വയർ ആൻ അസസ്മെന്റ് ഓഫ് ഫ്യൂച്ചർ ഇവന്റ്സ് വിച്ച് ആർ അൺസർട്ടൈൻ. It is really very difficult to predict the probable future event. The probable benefit cost and accurately in the quantitative terms because economic, political, social and technological factors. നമുക്ക് ഇപ്പോൾ 6ാമത്തെ പോയിന്റിൽ പറഞ്ഞു നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞു. അതിനെയാണ് 7ാമത്തെ പോയിന്റിൽ വീണ്ടും അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആണെന്ന് പറയുന്നു. ഇപ്പൊ യാതൊരു വിധ കുഴപ്പവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷനറി പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി. അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പം അത് 6ാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ക്യാഷ് നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിരിക്കണം എന്ന് പറഞ്ഞു, ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 7ാമത്തെ പോയിന്റിൽ ഇവർ പറയുവാണ്, ഇതേപോലെയുള്ള ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഒരിക്കലും സർട്ടൻ അല്ല, അൺസർട്ടൻ ആണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സുകളിൽ പ്രോഫിറ്റ് മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഇതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് റിസർവ് ഫണ്ടുകൾ ബിസിനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അൺഡിവൈഡഡ് പ്രോഫിറ്റ് എപ്പോഴും ബിസിനസ്സിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ആ പൈസ എടുത്ത് അതിലോട്ട് വിനിയോഗിക്കും. അപ്പൊ ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതിനും ആവശ്യമാണ്. എത്ര രൂപ റിസർവിലോട്ട് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ എന്ന് കരുതിക്കൊണ്ടാണ് അവരെ പൈസ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അതിനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആവശ്യമാണെന്ന് പറയുന്നു. അപ്പൊ 7ാമത്തെ പോയിന്റിൽ പറഞ്ഞത് മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ് എന്നാണ്. നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പാടാണ്. ദെൻ 8ാമത്തെ പോയിന്റിൽ പറയുന്നു കോസ്റ്റ് ഓഫ് സേഫ്റ്റി. The capital cost of improving working condition or safety can be obtained through capital expenditure forecasting. Capital expenditure forecast ചെയ്തില്ല എങ്കിൽ മെഷീൻ കേടായി പോയി, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് അതിനകത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ കൈ പോയി, കാല് പോയി, ഇതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് ബിസിനസ്സിൽ ഉണ്ടായേക്കാം. കറക്റ്റ് ടൈമിൽ മെഷീൻസുകൾ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ, കറക്റ്റ് ടൈമിൽ ബിൽഡിംഗ് പുതുക്കി പണിതില്ലെങ്കിൽ, കറക്റ്റ് ടൈമിൽ കാറിന്റെ കണ്ടീഷൻസുകളൊക്കെ റെഡി ആക്കിയില്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ സേഫ്റ്റി അവിടെ കുറഞ്ഞു പോകും. അപ്പൊ അതിനും ബെറ്റർ ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് ആവശ്യമെന്ന് പറയുന്നു. ദെൻ കോസ്റ്റ് റിഡക്ഷൻ. Capital budgeting may be useful in considering method of cost reduction because of its lead to purchase most modern equipments. നിലവില് എക്യുപ്മെന്റ്സ് ഒക്കെ ഡേ ബൈ ഡേ എന്ന് പറഞ്ഞ പോലെ പുതിയ ഫീച്ചേഴ്സുകളോടെ കൂടിയാ ഇറങ്ങിയിരിക്കുന്നത്. ആ പുതിയ ഫീച്ചേഴ്സ് വരുന്നതോടുകൂടി നമുക്ക് സമയലാഭം ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അരകല്ല് മിക്സി വന്നതോടുകൂടി അരകേണ്ട പരിപാടി മാറി. തുണി അലക്കുക, വാഷിംഗ് മെഷീൻ വന്നതോടുകൂടി ആ ടൈം ലാഭിക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ ബിസിനസ് സ്ഥാപനങ്ങളിലും ഡേ ടു ഡേയിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ എക്യുപ്മെന്റുകളുടെ അഡീഷണൽ ഫീച്ചേഴ്സ്, അപ്പൊ പുതിയ മെഷീൻസ് ഒക്കെ മാറി റീപ്ലേസ് ചെയ്യുന്നത് വഴിയായിട്ട് കോസ്റ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടിയ എന്തൊക്കെയാ? 1, എംപ്ലോയീസിനെ കുറയ്ക്കാൻ പറ്റും. 2, വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കാൻ പറ്റും. വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടാനായിട്ട് സാധിക്കും. അപ്പൊ കോസ്റ്റിനെ വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ ഇതേപോലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ദെൻ 10ാമത്തെ ലാസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ഡിപ്രീസിയേഷൻ പോളിസി. ഇറ്റ് അസിസ്റ്റ് ഇൻ ഫോർമുലേറ്റിംഗ് എ സൗണ്ട് ഡിപ്രീസിയേഷൻ ആൻഡ് അസറ്റ് റീപ്ലേസ്മെന്റ് പോളിസി. ഡിപ്രീസിയേഷൻ എത്രമാത്രം ഉണ്ട്, നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്രമാത്രം ഡിപ്രീസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അത് കൂടുതലാണെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇതേപോലുള്ള ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാനും അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്
പറയുന്നു. അങ്ങനെ 10 പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് പറയുക. ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്, അതായത് ഫിനാൻഷ്യൽ റിസ്കിനെ കുറയ്ക്കാം. ഇത് ഇറിവേഴ്സിബിൾ ഡിസിഷൻ ആണെന്നും ലോങ് ടൈം ഇമ്പാക്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്, ക്യാഷിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഇതേപോലുള്ള ഡിഫിക്കൽട്ടികൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, കോസ്റ്റ് ഓഫ് സേഫ്റ്റി, കോസ്റ്റ് ഓഫ് റിഡക്ഷൻ, ലാസ്റ്റ് പോയിന്റ് പറയുന്നു ഹെൽപ്സ് ഇൻ ഡിപ്രീസിയേഷൻ പോളിസി. അപ്പൊ 10 പോയിന്റ് ആണ് ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അത്യാവശ്യം എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്, ഒരു ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ ഡെഫിനിഷൻ, എന്തൊക്കെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ ഫീച്ചേഴ്സ്, അതിനുശേഷം വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്റ്റെപ്സ് ആണ്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, ഒറ്റ മിനിറ്റ്.